ഒരു കാട് സംരക്ഷിക്കാൻ, അവിടുത്തെ കുറച്ച് മനുഷ്യരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും രക്ഷിച്ചെടുക്കാൻ ഫിലിപ്പോസ് ജോൺ വർക്കി എന്ന സർവൈവലിസ്റ്റും അയാൾ തിരഞ്ഞെടുക്കുന്ന കുറച്ച് മനുഷ്യരും ചേർന്ന് നടത്തുന്ന അതിമനോഹരമായ ചെറുത്തുനിൽപ്പിന്റെ കഥയാണ് ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി. കാടുകൾ മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് എത്രത്തോളം അത്യാവശ്യമാണെന്നും അതിന്റെ ആവാസ വ്യവസ്ഥയെ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ നോക്കാതെ സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യന്റെ ഉത്തരവാദിത്തമാണെന്നും ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാട്ടിനുള്ളിൽപ്പെട്ട് വഴിതെറ്റി മടങ്ങി വരാൻ പറ്റാത്തവരുടെയും കോടയിൽ ഒളിച്ചിരിക്കുന്ന ഭൂതങ്ങളുടെയും രാത്രി മിന്നിത്തിളങ്ങുന്ന പ്രേതങ്ങളുടെയും അങ്ങനെ മിസ്റ്റീരിയസ് ആയ കുറേ കഥകൾ കേട്ടു. കാടിനുള്ളിലെ വളരെ സാങ്കല്പികമായ ഒരു ഗ്രാമം, മരങ്ങൾക്ക് കുറുകെ കെട്ടിപ്പടുത്തിരിക്കുന്ന ഈ ഗ്രാമം കാണുമ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് വലിയൊരു കൗതുകം തോന്നും. പ്രകൃതിയോട് അതിയായ സ്നേഹവും സദാസമയം ജാഗ്രതയും എന്തിനോടും പേടിയുമുള്ള നിഷ്കളങ്കരായ കുറേ പേർ. നാട്ടിലെ പോലെ ജാതീയതയും തൊട്ടുകൂടായ്മയും എല്ലാം അവരുടെ ലോകത്തുമുണ്ട്. എന്തിന്, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ അവർക്ക് സ്വന്തമായൊരു ജയിൽ വരെയുണ്ട്. പക്ഷെ അവരറിയാതെ അവരെ കാർന്നു തിന്നാൻ തുടങ്ങിയിരിക്കുന്ന വനം കൊള്ളക്കാരെയും കമ്പനിയെയും അവർ ഒത്താശ ചെയ്യുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയും ആദ്യമായി തിരിച്ചറിഞ്ഞത് ഫിലിപ്പോസ് വർക്കിയാണ്. കമ്പനിയുടെ ആൾക്കാർ ഇവിടെ വന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കാട് പലതരം റെയർ മിനറൽസ് നടന്നതാണെന്ന് അറിഞ്ഞു. അന്നു മുതൽ ഇവിടെ മൈനിങ്ങും മരം വെട്ടും തുടങ്ങി. ഒരു ദിവസം ഏകദേശം 5 ഹെക്ടറോളം വനം അവർ വെട്ടി നീക്കുന്നുണ്ട്. അയാൾക്കാകും വഴി ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തനിക്ക് ഒറ്റയ്ക്ക് ഇത് സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ വർക്കി തനിക്ക് പരിചയമുള്ള ഒരുപാട് പേർക്ക് കാട്ടിനുള്ളിൽ ഒരു നിധിയുണ്ടെന്ന് പറഞ്ഞ് കത്തെഴുതുന്നുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങളുടെ തിരക്കിൽ നിന്ന്, ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങളിൽ നിന്ന് കുറച്ച് ദിവസം ഈ ഗ്രാമത്തിനായി മാറ്റിവെക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഇവിടേക്ക് വരിക. പക്ഷെ വളരെ കുറച്ചു പേർ മാത്രമാണ് മലവേടന്റെ കൂടെ കാട് കയറി 7000 കണ്ടിയിലേക്ക് വരുന്നത്. മേനോൻ സാറിനും പ്രൊഫസർ നീലകണ്ഠനും മധുമിതയ്ക്കും ഷൺമുഖൻ എന്ന സാമിനും സ്ട്രീറ്റ് മജീഷ്യൻ ബീരാനും അനന്തകൃഷ്ണനും ഫിലിപ്പോസ് വർക്കി കാണിച്ചു കൊടുക്കുന്ന കാട്ടിനുള്ളിലെ വലിയ നിധിയാണ് 7000 കണ്ടിയിലെ ആ ഗ്രാമം. അവർ ഓരോരുത്തരും തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ മറികടക്കാൻ കാട്ടിലേക്ക് ഇറങ്ങി നടക്കുന്നവരാണ്. ഷംസുഖ എന്താ വരാഞ്ഞ്? എൻ്റെ അടുത്ത് പോയി രക്ഷപ്പെടാൻ പറഞ്ഞു. രക്ഷപ്പെടാനോ? കൊലപാതകം? ഉമ്മാനെയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്ത ചിലവന്മാരെ ഞാൻ തച്ച്. കാടിനുള്ളിലൂടെ അവർ വെക്കുന്ന ഓരോ അടിയിലും കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ മനസ്സിനെ ഹീൽ ചെയ്തെടുക്കുന്ന ഒരു മന്ത്രം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ അറിയപ്പെടാത്ത ഒരുപാട് ഹിഡൻ സീക്രട്സ് ഉണ്ട് ഈ കാട്ടില്. ഈ ഹിഡൻ ലാൻഡില് ഇനി എന്തൊക്കെ ട്രഷേഴ്സ് ഉണ്ടാവല്ലേ? മലവേടന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും അവർക്ക് കൗതുകം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. 7000 കണ്ടിയിലേക്കുള്ള യാത്രയിൽ ഒരുപാട് അത്ഭുത കാഴ്ചകൾ അവർ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മനസ്സിനെ നോവിക്കുന്ന, മനുഷ്യന്റെ ക്രൂരത വ്യക്തമാക്കുന്ന ചില കാഴ്ചകളും അവരുടെ കണ്ണിന് മുന്നിൽ പെടുന്നുണ്ട്. ആ ഗ്രാമത്തെക്കുറിച്ച് അവർക്ക് ആദ്യം തോന്നുന്ന കൗതുകം പിന്നീട് ആ ഗ്രാമത്തെ അടുത്തറിയുമ്പോൾ വലിയ ബഹുമാനവും, അവർ കാത്തിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സഹതാപവുമായി മാറുന്നുണ്ട്. തന്നെ വേട്ടയാടിയിരുന്ന മാരക രോഗത്തിൽ നിന്നും സാമിനെ രക്ഷിച്ചെടുക്കുന്ന 7000 കണ്ടിയുടെ അപൂർവ ഔഷധക്കൂട്ട് അവരിലെല്ലാവരും വലിയ അത്ഭുതം സൃഷ്ടിക്കുന്നുണ്ട്. പിന്നീട് ഒരു പടയൊരുക്കമാണ്. വ്യത്യസ്ത പ്രൊഫഷനുകളിലുള്ള, വ്യത്യസ്ത ഐഡിയാസ് ഉള്ള അവർ ഓരോരുത്തരും ഒരേ ശരീരവും മനസ്സുമായി ഈ ഗ്രാമത്തെ രക്ഷിച്ചെടുക്കാൻ ഒരുമിച്ച് പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ഇനി ഗ്രാമവാസികൾ കാടിന്റെ പ്രേതങ്ങളായി മാറും. കാടിന്റെ നിഗൂഢതയെയും കാട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഭയത്തെയും ആ ഗ്രാമത്തിലുള്ളവർ പോലും അറിയാതെ ഉണർത്തിയെടുത്ത് അവർ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. പ്രകൃതിയുടെ അകത്തളങ്ങളിൽ നിന്ന് തന്നെ ശേഖരിച്ചെടുത്ത വിഭവങ്ങൾ വെച്ച് ആയുധങ്ങൾ ഉണ്ടാക്കി അവർ കാടിനു വേണ്ടി പോരാടി. താൽക്കാലികമായാണെങ്കിലും ആ കാടിനും നാട്ടുകാർക്കും നേരെയുള്ള ആക്രമണങ്ങളെ തടയാൻ ഫിലിപ്പോസിനും കൂട്ടർക്കും കഴിയുന്നുണ്ട്. പക്ഷെ അത് കേവലം കുറച്ചു കാലത്തേക്കുള്ള രക്ഷ മാത്രമാണെന്ന് ഫിലിപ്പോസിന് നല്ല തിരിച്ചറിവുണ്ട്. അയാളും മലവേടനും 7000 കണ്ടിക്കും ആ അതിമനോഹരമായ ഗ്രാമത്തിനും വേണ്ടി ഇപ്പോഴും കണ്ണു തുറന്ന് കാവൽ നിൽക്കുന്നുണ്ട്. തികച്ചും സാങ്കല്പികമായ ഒരു ഗ്രാമം സൃഷ്ടിച്ച് കൗതുകകരമായ ഒരു ജീവിത അന്തരീക്ഷം ഒരുക്കിയെടുത്ത് തീർത്തും റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെ നമ്മുടെ മുന്നിലേക്ക് മനോഹരമായി വച്ചു തരികയാണ് സംവിധായകൻ ഈ സിനിമയിലൂടെ ചെയ്യുന്നത്. നമ്മൾ കാണേണ്ട, കണ്ടിരിക്കേണ്ട സിനിമയാണ് ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി.